ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 87 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. മാഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടു, അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയൊക്കെ തൗറാത്ത് നൽകാൻ വേണ്ടി വിളിക്കുകയും അങ്ങനെ അത് നൽകുകയും ചെയ്ത ശേഷം റബ്ബ് സുബ്ഹാനഹു തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരായത്തായിട്ട് നമ്മളത് പറയുകയുണ്ടായി. അതായത് 85-ാമത്തെ ആയത്ത്. ഖാല, അള്ളാഹു പറഞ്ഞു, ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക, തീർച്ചയായും നിന്റെ കൗമിനെ നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മിൻ ബഅദിക, നിനക്ക് ശേഷം. വ അളല്ലഹുമു സാമിരി അവരെ വഴിപിഴപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഫിത്തിനയെ, അതായത് ഒരു പരീക്ഷണമായിട്ട് അവരെ നാം പരീക്ഷിച്ചു എന്ന് പറഞ്ഞത് അവരിൽ വന്ന ഒരു ഫിത്തിനയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവർക്കിടയിൽ നടന്ന ഒരു ഫിത്തിന, അതാണ് ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്തിൽ അതെടുത്ത് പറയുന്നത്. അതായത് അവരിലുണ്ടായിരുന്ന സ്വർണമൊക്കെ ചൂടാക്കി ഉരുക്കി അതുകൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അവർ എതിര് ചെയ്തു. പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്നതിലൂടെ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിശ്വാസികളിൽ വന്ന വല്ലാത്ത ഒരു ഫിത്തിനയെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ പരീക്ഷിച്ചതാണ്. അവരുടെ ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് ഹൈർ ഷെറായി തോന്നിക്കൊണ്ട്, ഷെർ ഹൈറായി തോന്നിച്ചുകൊണ്ട് അവരിൽ ഒരു വലിയ തിന്മ ഉണ്ടായതാണ് പറയുന്നത്. അവർക്ക് വലിയ തിന്മയെ അവർ നിസ്സാരമായി കണ്ടു എന്നുള്ളതാണ്. എന്താണ്, നമുക്ക് ആയത്ത് നോക്കാം. അവർ പറഞ്ഞു. ആയത്തിന് ശേഷം പറഞ്ഞ ആയത്തുകളിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൗമിലേക്ക് പോയ രംഗമൊക്കെ ഒളുബാനായിട്ടും അസിഫയായിട്ടും പോയി എന്നും, എന്നിട്ട് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അതിനവർ മറുപടി പറയുകയാണ്. അവർ പറഞ്ഞു, മാ അഖ്ലഫ്നാ മൗഇദക. അവർ പറഞ്ഞു മാ അഖ്ലഫ്നാ, എന്താ പറഞ്ഞത്? അവർ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, ഞങ്ങൾ വ്യത്യാസം ചെയ്തിട്ടില്ല മൗഇദക, താങ്കളുടെ നിശ്ചയത്തെ. മൂസാ നബി അവരോട് ചോദിച്ചല്ലോ, ഞാൻ നിങ്ങളോട് ഒരു കരാറ് ചെയ്തിരുന്നില്ലേ, അതൊക്കെ നിങ്ങൾ ലംഘിച്ചുല്ലേ? അത് ഫത്വാല അലൈക്കുമുൽ അഹദു അമറത്തും യഹില്ല അലൈക്കും അളബും മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും മൗഇദി, അതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, മാ അഖ്ലഫ്നാ മൗഇദക, താങ്കളുടെ നിശ്ചയത്തെ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ബിമൽക്കിന, ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ല, അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞങ്ങളുടെ ഹിതത്തിനനുസരിച്ചല്ല താങ്കളുടെ നിശ്ചയത്തെ ഞങ്ങൾ ലംഘിച്ചത്. വലാക്കിന്ന, പിന്നെയോ ഞങ്ങൾ ഞങ്ങൾ പേറേണ്ടി വന്നു, ഞങ്ങൾ വഹിക്കേണ്ടി വന്നു ഔസാറൻ, കുറേ ഭാരങ്ങളെ, വിസ്ർ ഔസാർ, ഭാരങ്ങളെ, മിൻ സീനത്തിൽ ഖൗമി, ഞങ്ങളുടെ ഇടയിലുള്ള, അതായത് ജനങ്ങളുടെ സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാര വസ്തുക്കൾ എന്നാണ്. ഇവിടെ ആഭരണങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ അലങ്കാര വസ്തുക്കളിൽ നിന്ന് അഥവാ ആഭരണങ്ങളിൽ നിന്ന് കുറേ ഭാരങ്ങൾ ഞങ്ങൾക്ക് പേറേണ്ടി വന്നപ്പോൾ ഫഖദഫിനാഹ,
ഞങ്ങളത് എറിഞ്ഞു, അതിനെ ഞങ്ങൾ എറിഞ്ഞു. കദഫ തീയിലേക്ക് എറിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തഫ്സീർ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫഖദഫിനാഹ, അപ്പോൾ ആ ഭാരങ്ങളെ, ആഭരണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഇടയിലുള്ള ജനങ്ങളുടെ ആഭരണങ്ങളാകുന്ന കുറേ ഭാരങ്ങളെ ഞങ്ങൾക്ക് പേറേണ്ടി വന്നപ്പോൾ ആ ആഭരണങ്ങൾ ഞങ്ങൾ തീയിലേക്ക് എറിഞ്ഞു. ഫകദാലിക, അപ്രകാരം അൽഖസാമിരി, സാമിരി അത് എടുത്ത് ഇട്ടു എന്നാണ് ആയത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താണ്? മാ ഖലഫിന മൗഇദക ബിമൽക്കിന, ഞങ്ങളുടെ ഹിതമനുസരിച്ച് താങ്കളോടുള്ള നിശ്ചയം ലംഘിച്ചതല്ല. വലാക്കിന്ന ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗമി, എന്നാൽ ആ ജനങ്ങളുടെ ആഭരണ ചുമടുകൾ ഞങ്ങൾ വഹിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഫകദഫിനാഹ, അത് ഞങ്ങളെടുത്ത് തീയിൽ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഫകദാലിക സാമിരി, സാമിരിയും അപ്രകാരം അത് എടുത്ത് തീയിലിട്ടു എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, സാമിരി എന്ന് പറയുന്നത് അവർക്കിടയിൽ തന്നെ, അതായത് ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിരുന്ന മനസ്സുകൊണ്ട് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു കപടനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ആളുകളാണല്ലോ ഇങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് വിധേയമാകുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ സാമിരി, അദ്ദേഹം ശരിയായ മനസ്സുള്ള വിശ്വാസമുള്ള ആളായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആൾ എന്ത് ചെയ്തു? ആ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തീയിൽ ഇട്ടു എന്ന് അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മറുപടി കൊടുത്തു. ഫഅഖ്റജ ലഹും ഗിജ്ലൻ ജസദൻ ലഹു ഖുവാർ ഫഖാലു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി. എന്താ പറഞ്ഞത്? ഖാലു, അവർ ആ പറഞ്ഞ വർത്തമാനത്തിന് ശേഷം എന്താണ്? ഫഅഖ്റജ ലഹും ഗിജ്ല, ഫഅഖ്റജ, അവർ പുറപ്പെടുവിപ്പിച്ചു, പ്രത്യക്ഷപ്പെടുത്തി എന്നാണ്. ഖറജ അഖ്റജ നമുക്കറിയാലോ, പുറപ്പെടുവിപ്പിച്ചു. ലഹും അവർക്ക്, ഇജ്ലൻ ഒരു പശുക്കിടാവിനെ. ഈ സാമിരി ഈ ആഭരണ ലോഹങ്ങളെല്ലാം എടുത്തിട്ട് ഭാരങ്ങളെല്ലാം എടുത്തിട്ട് തീയിലേക്ക് ഇട്ടിട്ട് അതിനെ ഉരുക്കി ചൂടാക്കിയിട്ട് ഒരു ഇജ്ലിനെ ഉണ്ടാക്കി. അതാണ് ഫഅഖ്റജ ലഹും ഇജ്ല. നമുക്കറിയാം, ഇജ്ൽ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, കാളക്കുട്ടി എന്നൊക്കെ പറയല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സാമിരി ഒരു പശുവിൻ്റെ രൂപമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഫഅഖ്റജ ലഹും ഇജ്ലൻ. എങ്ങനെയുള്ള? ജസദ, അതിൻ്റെ ശരീരം ഒരു പശുക്കിടാവിൻ്റെ രൂപമാണ്. മാത്രമല്ല ലഹു ഖുവാർ, അതിന് മൂക്കറ ശബ്ദവുമുണ്ട് എന്നാണ്. പശു പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദത്തിനാണ് ഖുവാർ എന്ന് പറയുക. അതായത് ഈ ലോഹക്കാളയുടെ ഉള്ളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിനാണ് ഇവിടെ ഇവർ ഖുവാർ എന്നുള്ള പദം ഉപയോഗിച്ചത്. മൂക്കറയിടുന്ന പോലെയുള്ള ശബ്ദം ആ പശുക്കുട്ടി എന്ത് ചെയ്തു? പുറപ്പെടുവിപ്പിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ ഇലാഹുക്കും, ഇതാ നിങ്ങളുടെ ഇലാഹ്, വ ഇലാഹു മൂസ, മൂസായുടെ ഇലാഹും ഫനസി, എന്നിട്ട് അവൻ മറന്നുപോയിരിക്കുകയാണ്. മൂസ ഈ ഇലാഹിനെ ഇവിടെ മറന്നിട്ട് മറ്റൊരു ഇലാഹിനെ തേടി പോയിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ, എന്നിട്ട് അവർക്ക് അവൻ, ആ സാമിരി, ആ ലോഹം കൊണ്ട് ഒരു മൂക്രയിടുന്ന കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കൊടുത്തു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ആ ആളുകൾ പറഞ്ഞു, സാമിരി അല്ലാത്ത വിശ്വാസികളായ ആളുകൾ അത് കണ്ടപ്പോൾ അന്യോന്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസിയ, നിങ്ങളുടെ ദൈവവും മൂസായുടെ ദൈവവും ഇത് തന്നെയാണ്. എന്നാൽ അദ്ദേഹം മറന്നു പോയിരിക്കുകയാണ്. ഈ ആളുകളോട് സാമിരി പറയുകയാണ്, സാമിരി അവരോട് പറയുകയാണ്, ഇത് മൂസായുടെ ദൈവമാണ്, നിങ്ങളുടെയും ദൈവമാണ്. മൂസ ഇത് മറന്നിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ അല്ലേ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഇങ്ങനെ പോയ സന്ദർഭത്തിൽ അവരിലുണ്ടായ വല്ലാത്തൊരു ഫിത്തിനയെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ഫിത്തിനയെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അവരുടെ ന്യായത്തെ അള്ളാഹു പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. എന്താണ് അവരുടെ ന്യായം? ഫകദാലിക അൽഖസാമിരി ഫഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ ഫഖാലു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി എന്നുള്ള കാര്യം. അവർ ആ വിശ്വാസികളിലുണ്ടായ, അവരുടെ ഇടയിലുള്ള കാപഢ്യമുള്ള വിശ്വാസമുള്ള സാമിരിയിലൂടെ അവരിൽ ഉടലെടുത്ത വല്ലാത്തൊരു ഫിത്തിനയെ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ
പറഞ്ഞു തന്നതാണ് 87, 88 വചനങ്ങളിലുള്ള ഈ വാക്കുകളിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? അഫലാ യറൗന, എന്നാൽ അവർ കാണുന്നില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം, അത് അവരിലേക്ക് മടക്കുന്നില്ല എന്ന്. ഖൗലൻ, ഒരു വാക്കും. ആ പശുക്കുട്ടിയെ അവർക്ക് കണ്ടുകൂടെ? ആ പശുക്കുട്ടി അവരിലേക്ക് ഒരു വാക്കും ഉരിയാടുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിക്കൂടെ? വലാ യംലികു ലഹും, അവർക്ക് വേണ്ടി ആ പശുക്കുട്ടി അധീനമാക്കി കൊടുക്കുന്നില്ല എന്നും. വറൻ, ഒരു ഉപദ്രവവും, വലാ നഫ്അൻ, ഒരു ഉപകാരവും അവർക്ക് വേണ്ടി ആ പശുക്കുട്ടി ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അതാണ് അഫലാ യറൗന, അവർക്ക് കണ്ടൂടെ, അവർക്ക് മനസ്സിലാക്കിക്കൂടെ? അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, ആ അല്ലാ യർജിഉ എന്നുള്ളതിലുള്ള ഫായില് ആ പശുക്കുട്ടിയാണ്. ആ പശുക്കുട്ടി മടക്കുന്നില്ല എന്ന്, ഇലൈഹിം അവരിലേക്ക്, ഈ ആരാധിക്കുന്നവരിലേക്ക് മടക്കുന്നില്ല എന്ന്. ഖൗലൻ, ഒരു വാക്കും. അതായത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടിയായിട്ടൊരു ഉത്തരം ആ പശുക്കുട്ടി കൊടുക്കുന്നില്ല എന്നെങ്കിലും അവർക്ക് മനസ്സിലാക്കിക്കൂടെ? വലാ യംലികു ലഹും, അവർക്ക് വേണ്ടി ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല, അവർക്ക് സ്വാധീനമുണ്ടാക്കുന്നില്ല എന്നും. ലറം വലാ നഫ്അൻ, ഒരു ഉപദ്രവം കൊണ്ടോ ഒരു ഉപകാരം കൊണ്ടോ അവർക്ക് അത് യാതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നും അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യവും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ 3 ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിർക്ക് ചെയ്യുന്നവർ ഒരിക്കലും അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ ചിന്തിക്കുമായിരുന്നെങ്കിൽ കല്ലുകളെയും ലോഹങ്ങളെയും മറ്റും ആരാധിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ കല്ലുകളും ലോഹങ്ങളും എന്നും അവർക്ക് യാതൊരുവിധ ഉപകാരമോ ഉപദ്രവമോ ചെയ്തു കൊടുക്കുന്നില്ലല്ലോ. അതൊന്നും നമ്മൾക്ക് ചെയ്തു തരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആരാധിക്കുന്ന ആരാധനയുടെ നിരർത്ഥകത അവർക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ വിശദീകരണമായിട്ട് നമ്മൾക്ക് തഫ്സീറുകളിൽ മറ്റു സൂറകളിലുള്ള ആയത്തുകൾ, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തൊക്കെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് കുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർള് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതിലെ 18-ാമത്തെ ആയത്ത് നമ്മൾ എടുത്ത് വായിക്കണം. അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ അഥവാ ഈ ആരാധ്യർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നാണ് അവർ പറയുന്നത്, വിശ്വസിക്കുന്നത്. എന്നിട്ട് നബിയോട് പറയുകയാണ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹു അവന് പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു എന്ന് സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്ത് മറിയമിലെ 42-ാമത്തെ ആയത്തും ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പിതാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ലിമ ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, വലായുഗനി അൻക ശൈഅൻ, ഒന്നുകൊണ്ടും താങ്കൾക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് ബാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചോദ്യം സൂറത്ത് മറിയമിലെ 42-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ അള്ളാഹുവിൽ ചെയ്യുന്ന ശിർക്ക്, അള്ളാഹുവിനെ സമന്മാരെ സങ്കല്പിച്ചുകൊണ്ട് നിദ്ദുകളെ ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു അപകടകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് തികച്ചും നമ്മൾ ബോധവാന്മാരാകുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഇതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയും വേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന അവൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.